ഇപ്പം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുകയും ചെയ്തു. തൊട്ടടുത്ത് ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് കുറ്റിപ്പുറത്തിനടുത്ത് ഒരു സ്കൂളിലെ ഉമ്മമാരുടെ മീറ്റിങ്ങിന് പോയി. ഒരു ഓഡിറ്റോറിയം നിറച്ച് ഉമ്മമാർ, വേറെ ആരുമില്ല, ഉമ്മമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, കുട്ടികളാരും കൊണ്ടുവരുതെന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് ഒരു സ്കൂളിൻ്റെ പേരൻസാണ്, ഉമ്മമാർക്ക് മാത്രമുള്ള സംഗമം. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യം കൂടി കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താപ്പോൾ ഇത് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ വേണ്ടി എന്തിവിടെ ഉണ്ടായി എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു, നഴ്സറി കുട്ടീനെ 1-ാം ക്ലാസ്സിലെ LP-യിലെ കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു, അതൊന്നും ഉമ്മാരോട് പറയണമെന്ന് എഴുതിയിട്ട് വിളിച്ചതാണ് പറഞ്ഞു. പഠിച്ചപ്പോൾ എന്താ വിഷയം എന്നറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് എഴുതിയിട്ട് മൊബൈലുമ്പോൾ കഴിച്ചതാണ് ദിവസമായി. അത് കുട്ടി ഉറങ്ങലില്ല. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്. കുട്ടി ഉറങ്ങിയെന്ന് എഴുതിയിട്ട് മൊബൈൽ ഓണാക്കിയിട്ട് കാണാൻ പറ്റാത്തത് കണ്ടു. കുട്ടി അത് സ്ഥിരമായിട്ട് കാണലുണ്ട്. ഇമ്മ ഇതിൽ മുഴുകിയതുകൊണ്ട് കുട്ടി ഉണർന്നിരിക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്, അത് പ്രയോഗവൽക്കരിച്ചു. ഗൾഫ് ഫാമിലി അതിൽ വളരെ മുമ്പന്തിയിലാണ്. ഗൾഫിക്ക് പോണതിന് ഞാൻ എതിരില്ല, പോകണം, ഫാമിലിനെ കൊണ്ടുപോകണം. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ അമ്മായിമാർ വേഗം സമ്മതിക്കും വേണം. ആ അഭിപ്രായക്കാരനാണ് ഞാൻ. ഫാമിലിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ എളുപ്പം കൊണ്ടേക്കോ മാനേ, ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയണം. പാപ്പാരുമാരൊക്കെ അങ്ങനെയാണ് പറയേണ്ടത്, കൊണ്ടേക്കോട്ടെ. കായൊന്നും ബാക്കി ഉണ്ടാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു ജീവിച്ച് തീർന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. പൈസ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഫാമിലിനെ കൊണ്ടായാൽ. പക്ഷെ കൊണ്ടുപോയാലുള്ളൊരു പ്രശ്നം ഉണ്ടാകും. എന്താ നിങ്ങൾ, നല്ല സൗകര്യമാണ്. ഇല്ലെങ്കിൽ കുറേ ഗൾഫ് ഫാമിലി നമ്മൾ കാണുന്നതാണ്, ആകെ ഒരു 15 വലുപ്പമുള്ള ഒരു റൂമാണ് ഉണ്ടാകുക. 15 അടി നീളം 15 അടി വീതിയുള്ള ഒരു റൂം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡൈനിങ് ഹാള്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിറ്റ് ഔട്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലിവിങ് റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബെഡ്റൂം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബാത്റൂം, അതിൽ തന്നെയാണ് വാഷിംഗ് മെഷീന്, അതിൽ തന്നെയാണ് ഫ്രിഡ്ജും. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ ഒച്ചയിലും കേൾക്കുമല്ലോ, അത് കേട്ടതാണ് പ്രശ്നം എന്ന്. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. അല്ല, ഇനിയിത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുക, എന്നാൽ പിന്നെ അങ്ങനെയാണ് പറയാലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ശ്വാസം വലിക്കണേ ഒച്ചയിലും കേൾക്കൂലേ. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ ഒരു മാനസിക തലം എങ്ങനെയാ വെച്ചാൽ, ബാപ്പ വൈകിട്ട് വളരെ വൈകി പീടിയടച്ച് വരികയാണ്. അപ്പോൾ ഉമ്മാനോട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം ഉമ്മ പറയും ഉറങ്ങിയെന്ന് അറിയും. അങ്ങനെ പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. ഏതായാലും ഉമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പോൾ നീച്ചാനാവില്ല എന്ന്. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. ഓല അങ്ങനെ കിടക്കുക ചെയ്യുക, സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതന്നെയാണ് പ്രശ്നം എന്ന്. ഇനി മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത്. അതന്നെയാണ് വിഷയം എന്ന്. മാതാപിതാക്കളിൽ നിന്നല്ലാതെ മക്കൾ ഒന്നും പഠിക്കുന്നില്ല. റബീഉൽ അവ്വൽ 12-ന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങി. ഇതാ ഇവിടെ ഒരേ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് സമ്മാനം. റബീഉൽ അവ്വൽ 12-ന് 5-ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിലിരിക്കണ വാപ്പ പറയും, അല്ലെങ്കിൽ ഉമ്മ പറയും, ഇൻ്റെ ചെറുക്കനാണത്, 3-ാമത്തോനാണ്, നല്ല പഠിക്കും, എൻ്റെ മാതിരി തന്നെയാണ്, വളരെ ഉഷാറാണ് എന്ന് പറയും. അതേ കുട്ടി കുരുത്തക്കേട് കാട്ടിയിട്ട് വേണ്ടാത്തത് ചെയ്തിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പേരടിക്ക് അടി കിട്ടി എന്ന് കേൾക്കുമ്പോൾ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറയും. അല്ല, എൻ്റെ ചെറുക്കൻ തന്നെയാണ്. സമ്മാനം വാങ്ങുമ്പോൾ മാത്രം എൻ്റെ ചെറുക്കനും, അടി കിട്ടിയാൽ കൂട്ടുകാരും കൂട്ടുകെട്ടും ആകുകയല്ല ചെയ്യണത്. മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് ഉണ്ടാകുക. അൽ വലതു സിർറു അബീഹി, ബാപ്പാൻ്റെ സ്വകാര്യത്തെ പരസ്യമാക്കുന്നവനാണ് മകൻ. ബാപ്പ ആരും കാണാതെ ചെയ്യണത് നാട്ടുകാരെ മൊത്തം കാണിച്ച് ചെയ്യുക എന്നതാണ് മകൻ്റെ പരിപാടി. അതുകൊണ്ട് മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം. അടുത്ത തലമുറയുടെ സ്വഭാവം ക്ലിയറാക്കി എടുക്കണം. അതിനെന്താ വേണ്ടത്? നമ്മളെ സ്വഭാവം ക്ലിയറാണ്, അപ്പം തന്നെ അടുത്ത തലമുറൻ്റെ ക്ലിയർ ആവുള്ളൂ. സ്വഭാവം കണ്ടുപഠിക്കുന്നതാണ്, എഴുതി പഠിക്കുന്നതല്ല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്നതാണ്. എങ്ങനെ പെരുമാറുന്നു, വാപ്പ എങ്ങനെ പെരുമാറുന്നു, ഉമ്മ എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി കണ്ടാണ് യഥാർത്ഥത്തിൽ സ്വഭാവം പഠിക്കുന്നത്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ നമുക്ക് കഴിയലില്ല. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം പോലും നമ്മളെ കുട്ടിയോട് ചിലപ്പം കാണിക്കാൻ പറ്റണില്ല. അയൽപക്കത്തു നിന്ന് ഒരു കുട്ടി നമ്മളെ പെരേക്ക് എന്തോ ഒരാവശ്യത്തിന് വന്നു എന്ന് വിചാരിച്ചോളി. നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരാവശ്യത്തിന് വന്നുകാണ്ട് ഒരു കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ്സോ എന്തെങ്കിലും എടുത്തേക്കിന് അതാണ് വീണ് പൊട്ടി. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരുന്നു, അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു, പൊട്ടുന്ന ഗ്ലാസ്സിൽ ചായ കുടിക്കണതിൻ്റെ ഇടയിൽ ആ ഗ്ലാസ്സാണ് വീണ് പൊട്ടിയാൽ നമ്മൾ പറയും സാരല്ല,
കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ക്ലാസ് ആകുമ്പോൾ പൊട്ടാതിരിക്കൂല. അങ്ങനത്തെ ക്ലാസ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വേറൊരു ക്ലാസ്സിൽ ഒരു ക്ലാസ് കൂടിയും ചായ കൊടുത്താളി അറിയും. പിറ്റേ ദിവസം അതേ ക്ലാസ് നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണ് പൊട്ടിയ സ്വഭാവം കൊണ്ട് മാറും. അനക്കല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ എന്താ പണി? ഉള്ളിടത്തോളം ക്ലാസ് മുഴുവൻ പൊട്ടിച്ച് തീർത്തില്ലേ എന്നായി. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കണം സ്വഭാവം ആനാൻ്റെ കുട്ടിനോട് കാണിക്കാൻ പറ്റണില്ല. മക്കൾ നമ്മുടെ സ്വഭാവം കണ്ടുപഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ നീക്കിവെപ്പ് സ്വഭാവത്തിൻ്റെ നീക്കിവെപ്പാകുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ നീക്കിയിരിപ്പ് വിദ്യാഭ്യാസമാണ്. പഠനം, വിദ്യാഭ്യാസം ക്ലിയർ ആവണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസം മറികടക്കണം. അപ്പോഴേ വിദ്യാഭ്യാസം ശരിയാവുള്ളൂ. മതവിദ്യാഭ്യാസത്തെ ഭൗതികം മറികടന്നാൽ പറ്റൂല. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ ആൾക്കാരും ഉണ്ടാവും, 3ാം ക്ലാസ് വരെ സ്കൂളിൽ പോയ ആൾക്കാരും ഉണ്ടാവും. എൻ്റെ ഒരു വലിയൊരു സുഹൃത്തുണ്ട്, അയമുട്ടിയാജി എന്ന് പറഞ്ഞിട്ട് ഒരാൾ. പ്രായമായവരുടെ കൂട്ടത്തിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അയമുട്ടിയാജി. മൂപ്പരയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. ഇന്ന് 1ാം ക്ലാസ്സിലാണ് പറഞ്ഞു. ഈ സ്കൂളിലോ എന്ന് ചോദിച്ചു. സ്കൂളിലും ആകെ 1ാം ക്ലാസ്സിലാണ്. അത് ആകെ 3 ദിവസമാണ് പോയിട്ടുള്ളത് പറഞ്ഞു. അതായത് മൂപ്പർക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ, അപ്പോൾ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ എങ്ങനെ ഇപ്പോൾ കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തുമില്ല. അപ്പോൾ അവസാനം മൂപ്പരൊരു വഴി പറഞ്ഞു, നമ്മൾ ഈ പാലത്തും ഒരു തീയതി എഴുതി വെച്ചിട്ടുണ്ടാവും, അതന്നെയാണ് തീയതി പറഞ്ഞു. അതെന്താ വെച്ചാൽ ഈ സ്കൂൾക്ക് പോണ സമയത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കൊണ്ടുവന്നൊരു ചെറിയ പാലുണ്ട്, ഒരു തോടിനുള്ളൊരു പാലുണ്ട്. ആ പാലം പണി നടക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പഴയ കാലത്തൊക്കെ പറഞ്ഞിട്ടിരുന്നൊരു നുണയാണ്, പാലം പണിയെടുക്കുമ്പോൾ കുട്ടികളെ അറുത്തിട്ട് ചോര തേച്ചാൽ പാലത്തിന് നല്ല ഉറപ്പുണ്ടാവും എന്ന്. അങ്ങനെ ഒരു ഈ കുട്ടികളൊക്കെ വെറുതെ പറഞ്ഞേക്കണ ഓരോ കഥയാണത്, അർത്ഥമില്ലാത്ത കഥ. അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് 3 ദിവസം പോയി. 3ാമത്തെ ദിവസമാണ് ഈ കഥ കേട്ടത്. പിന്നെ ആ വൈക്ക് പോയില്ല പറഞ്ഞു. അങ്ങനെ 1ാം ക്ലാസ്സിലാണ് പോയത് പറഞ്ഞു. അപ്പം അങ്ങനെ 1ാം ക്ലാസ് മദ്രസ 1ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 2ാം ക്ലാസ് മദ്രസയും 2ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും, 3ാം ക്ലാസ് മദ്രസയും 3ാം ക്ലാസ് സ്കൂളുള്ളവരുണ്ടാവും. ഓലിങ്ങനെ തോട്ടത്തിലിങ്ങനെ തെങ്ങ് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലടാ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ എൻ്റെ അടുത്ത് തെളിവ് എന്ന് ചോദിച്ചാൽ കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ലേശം അടുത്തേക്കണ് വാനയ്ക്കാൻ തെളിവ് ഇപ്പോൾ പറഞ്ഞു തരാമെന്ന് പറയും. ഓൻ്റെ ഈമാൻ പോവില്ല. ഓൻ്റെ ഈമാനൊരു കുഴപ്പം പറ്റില്ല. എന്താ കാരണം? ഭൗതിക വിദ്യാഭ്യാസം എത്രയാണോ മതവിദ്യാഭ്യാസവും അത്രയാണ് എന്നതാണ് കാരണം. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞത്. എത്രയും ഭൗതികം പഠിക്കാം, അത്ര മതം പഠിച്ചാൽ മതി, ഒരു കുഴപ്പവും സംഭവിക്കില്ല. എല്ലാവരും മൂല്യന്മാരാണെന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മൂല്യന്മാർ കുറച്ച് മതി, അല്ലെങ്കിൽ എനിക്കൊന്നും പണി ഉണ്ടാവില്ല. എല്ലാവരും മൂല്യരായ എന്താട്ടാ? പക്ഷെ ഒരു തറവാട്ടിലൊരു മൂല്യര് വേണം. ഇനിയിപ്പോൾ വേനൽക്കാലം വരികയാണ്. ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞിട്ട് വേനൽക്കാലം വരും. വേനൽക്കാലം വന്നാൽ എല്ലായിടത്തും ഉണ്ടാവും കുടുംബസംഗമം. വേനൽക്കാലം വന്ന ഒരു പ്രധാന പരിപാടിയാണ് കുടുംബസംഗമം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിൽ അടക്കം ഓരോ സംഗമവും ഓരോ ബിരിയാണിയും വേണം, അതാണ് സംഭവം. അപ്പോൾ ഓരോ കുടുംബസംഗമങ്ങൾ എതിരൊന്നും അല്ല കേട്ടോ. പറഞ്ഞേട്ടാ ചിലപ്പോൾ ഞാൻ അതിന് എതിരാന്ന് തോന്നും. എതിരായതുകൊണ്ട് പറയല്ല. എന്നാൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടേനും കുറേ അനുകൂലമായ ഘടകങ്ങളുണ്ട്. അപ്പോൾ കുടുംബസംഗമമൊക്കെ നടത്തുമ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രധാനപ്പെട്ട കുടുംബത്തിലും ഒരു മൂല്യര് വേണം, ഒരു ഡോക്ടർ വേണം, ഒരു പോലീസുകാരൻ വേണം, ഒരാൾ എൻജിനീയർ ഉണ്ടാവണം, ഒരാൾ വില്ലേജ് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ പഞ്ചായത്ത് ഓഫീസർ ഉണ്ടാവണം, ഒരാൾ ഹെഡ്മാഷായിരിക്കണം, ഒരാൾ മൂല്യരും ആയിരിക്കണം. അതില്ലെങ്കിൽ ഉണ്ടാക്കണം. ഒരു തറവാട്ടിലൊരാൾ മൂല്യര് മയ്യത്ത് സ്കരിക്കാൻ, കല്യാണ നിശ്ചയത്തിന് നീച്ചെന്ന് വർത്താനം പറയാൻ ഒരു മൂല്യരുണ്ട്. എല്ലാം തികഞ്ഞ മൂല്യര് ഒന്ന് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ അപ്പം എല്ലാം വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭൗതികം എത്രയാണോ അറിയുക അത്ര മതവും പഠിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് മതം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്നൊരു ബുദ്ധിമുട്ട്, ഈ ഭൗതിക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത് എന്ന് തോന്നും. ഇതിൽ ദീനിന് വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല എന്ന് തോന്നും. സത്യത്തിൽ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും കട്ടിലിന് ശേഷവും നീണ്ടു നിൽക്കുന്ന സമഗ്രമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ജീവിത പദ്ധതിയെ മുഴുവനായും പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ രഹസ്യം മനസ്സിലാവില്ല. ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ മുതലോരിയക്കണതുമായി ബന്ധപ്പെട്ട് ആണുങ്ങളെ
ആണുങ്ങളെ പകുതിയുള്ളൂ പെണ്ണുങ്ങൾക്ക് എന്നുള്ളതാണ് പുതിയ വിവാദം. എന്താ ഇസ്ലാമിൽ അനീതിയാണ്, സ്ത്രീകൾക്ക് പകുതിയേ ഉള്ളൂ. അങ്ങനെ ഒരു വിവാദം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വിവാദങ്ങളും നമുക്ക് ആ വിഷയം പഠിക്കാനുള്ള അവസരമായി മാറ്റണം. അങ്ങനെ പഠിച്ചു നോക്കിയാൽ ആണും പെണ്ണും കൂടി മുതൽ ഓഹരി ചെയ്യുന്നത് 36 സന്ദർഭങ്ങളാണ് ഉണ്ടാകുക. ആണും പെണ്ണും കൂടി മുതൽ ഓഹരിച്ചെടുക്കുന്നത് 36 സന്ദർഭങ്ങളിലാണ് ഉണ്ടാകുക. അതിൽ വളരെ ചുരുങ്ങിയ 4 സന്ദർഭങ്ങളിൽ മാത്രം പുരുഷന് കൂടുതലും സ്ത്രീക്ക് കുറവാണ്. 14 സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കൂടുതലും പുരുഷന് കുറവാണ്. ബാക്കി ധാരാളം സന്ദർഭങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേ മാതിരിയാണ്. 5 സമയങ്ങളിൽ ആണുങ്ങൾക്ക് തീരെ മുതൽ കിട്ടൂല, പെണ്ണിന് മാത്രമേ കിട്ടുള്ളൂ. 36ാമത്തെ ഒരു രംഗം എന്ന് പറഞ്ഞത് മരിച്ചാൾക്ക് മുതലില്ല, അതുകൊണ്ട് ആർക്കും കിട്ടൂല എന്നതാണ്. ഇങ്ങനെ 36 സന്ദർഭങ്ങളാണ് പരസ്പരം ആണും പെണ്ണും മുതൽ ഓഹരി ചെയ്യുന്നത്. ഞാൻ ഇപ്പം അടുത്തിങ്ങനെ വായിച്ച ഒരു കഥയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ടുണ്ടായിരുന്നു. പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ്സെന്ന് ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂർ, അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട്. മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറയും. പിന്നെ കുറച്ചാണ് പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന്. ഇതിങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് എല്ലാവരും കൂടിയും പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ 2 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ആ പേരിടും. പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെയാണ് നമ്മളെ പരിപാടി. എന്തായാലും കുട്ടികളെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. മൂപ്പര് മരിച്ചതിന് ശേഷം വഫാത്തായതിൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി. വഫാത്തായതിൻ്റെ ശേഷം അത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായതിൻ്റെ ശേഷം നമ്മൾ അറിയണതിൻ്റെ കാരണം. അല്ലാതെ ചില ആൾക്കാർക്ക് തോന്നുന്നു മരിച്ചപ്പോൾ കൊണ്ട് വലുതാക്കിയതാണെന്ന്. അങ്ങനെയല്ല, ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പൂർവികന്മാരുടെ ഒരു രീതി അതാണ്. വഫാത്തിന് ശേഷമാണ് മദ്ഹുകൾ പറയാറുള്ളത്. അങ്ങനെയാണ് വേണ്ടതും. അതുകൊണ്ട് മൂപ്പര് വഫാത്തായതിന് ശേഷം മൂപ്പരെക്കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മദ്ഹ് പറഞ്ഞു. മഹാനവറുകൾ പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണെട്ടൽ വിടുന്നല്ല ശരിക്ക്. മൂപ്പർക്ക് പെണ്ണെട്ടാൻ പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ്. അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ, വലിയ ഡോളറാണ്ട് വേണ്ടി വരും. നമ്മളെ ഈ മൂല്യമില്ലാത്ത പൈസ, ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പറ്റില്ല. ഇന്ത്യൻ്റെ എന്ന് പറയാൻ പൂതിയുണ്ട്, നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയണില്ല എന്നേ ഉള്ളൂ. ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ, അതിന് ഡോളറാണ്ട് വേണം, വലിയ വലിയ പൈസ വേണം. സ്വർഗത്തിൽ നിന്ന് ഊർലിങ്ങളെ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ ഉണ്ടല്ലോ, പദ്യം 10 വാള്യങ്ങളാണ് തഴവയുടെ അൽ മവാഹിബുൽ ജലിയ. അതിൻ്റെ 10ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗാണ്. 10ാമത്തെ വാള്യത്തിൻ്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ അവസാനം മൂപ്പരിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അള്ളാഹു തഴവസ്താദിൻ്റെ ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കബൂൽ ചെയ്യട്ടെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ, സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസുഹാബിനും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ അൽ മവാഹിബുൽ ജലിയ അവസാനിപ്പിച്ചത്. അതന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത്. അത് അവിടുത്തെ സംഭവമാണ്, ഇവിടുത്തെ സംഭവമല്ല. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാതിരി ആയി കിട്ടിയെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ, ആ പൂതി നമ്മളെ വിജയിപ്പിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ ഏതാഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ്. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം,
പഠിച്ചോനെ അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ്. പൂതി വെച്ച ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. പ്രത്യേകിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ അവരുടെ മദ്ഹ് ഇങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയ പറച്ചിൽ അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലൊരേക്കാരം. വല്ലാതെ അങ്ങോട്ട് പറയണ്ട. പേരക്കുട്ടിയേക്ക് എൻ്റെ വാപ്പാൻ്റെ കഥ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ 3 അൽക്കവും സലാത്തും ചെല്ലാൻ നേരം ഉണ്ടായിരുന്നു, നമുക്ക് നേരമില്ല. മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ ജുമയൊക്കെ എന്നാൽ അൽക്കവും സലാത്തും എന്നൊരു ഏടുണ്ട്. ആ ഏടന്നെ ഇപ്പോൾ കാണൂല. അൽക്കവും സലാത്തും എന്ന് പറഞ്ഞിട്ട് പകുതി അൽക്കവും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥനാൽ വലയ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കവും സലാത്തും എന്ന് പറഞ്ഞ ആ സ്വലാത്ത്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ വലിയൊരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. ഒരു ദിവസം മഹാനവറുകൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വളൂ ചെയ്യാൻ പുറത്തിറങ്ങി വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ എവിടെയും വെള്ളം കാണാനില്ല. അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കിണറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു. ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അതിന്മേങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാട്ടണതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വളൂ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ വന്ന ആൾ പറഞ്ഞു, അതിന് ഇങ്ങനെ അടങ്ങാറാണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലിയാൽ മതി പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. മൂപ്പര് ആ സ്വലാത്ത് ചൊല്ലി വെള്ളം കിട്ടി, ഒളുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു ഇപ്പോൾ ആ സ്വലാത്ത്. അപ്പോൾ ഒരു പുടുത്തും കിട്ടണില്ല. അപ്പം മൂപ്പര് ഓർമ്മ വന്ന സ്വലാത്ത് മൊത്തം എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഹിസ്ബ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽക്കബിൻ്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽക്കബും സലാത്തും എന്ന് പറഞ്ഞത്. നമ്മളെ വല്ലിപ്പാക്ക്, വാപ്പാൻ്റെ വാപ്പാക്ക് 3 അൽക്കബ് കഴിഞ്ഞിട്ട് സ്വലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം വെളുത്താലുണ്ടായിരുന്നു. ഞമ്മക്ക് നഖം മുറിച്ചാനുള്ള നേരം പോലും ഇല്ല. എന്നിട്ടല്ല അൽക്കഫ്. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ചങ്ങായിനെ 1 അല്ല 2 ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് റെഡിയാകുക പുതിയാപ്പിള പോകുമ്പോഴാണല്ലോ. പുതിയാപ്പിള നിക്കാഹിന് വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോൾ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈയൊടുത്തത് 1 ഓട്ടമല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണ പണിയുള്ളതുകൊണ്ട് കണ്ടത് ഇക്കാരം അതിൻ്റെ കുറ്റാണ്. സംഗതി കണ്ടിട്ടുണ്ട്, 1 അല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. നേരല്ലേ നമുക്ക് ഒന്നിനും. അപ്പം നമ്മൾ വലിയ ആൾക്കാരെ പറ്റി പറയേണ്ട, അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും. എന്തിനാ അതൊക്കെ പറയണത്? അതേമാതിരി ആയി കിട്ടണമല്ലോ റബ്ബേ എന്നൊരാഗ്രഹം മനുഷ്യൻ്റെ കൽബിലുണ്ടായാൽ അതേമാതിരിയാവും. അതിനാണ് പൂതി എന്ന് പറഞ്ഞത്. അതന്നെ ഇതിനാണ് നമ്മൾ സ്വാലിഹീങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. 4 സ്വാലിഹീങ്ങളുടെ പേര് വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാൽ മുടങ്ങാതെ ഖത്തീബ് പറയും. ഖത്തീബ് ഉസ്താദ് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും 4 സ്വാലിഹീങ്ങളായ ആളുകളുടെ പേര് പറയും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മഹത്തുക്കളായ ആളുകളുടെ പേരിനെ പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞത്? ഓലമാതിരി ആകാൻ വേണ്ടിയിട്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വഅദ് പറയാണ്, സഹാബ സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങളുണ്ട് സഹാബ എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. മൂപ്പരിങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെയാണ് തലയിട്ടിട്ട് ചോദിച്ചു, അള്ളാൻ്റെ റസൂലേ, സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ആ 100 ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 4 മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകകൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇരുന്നോട്ടല്ലേ.
ഇരിക്കാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെക്കുറിച്ച് പറയൽ ദിക്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവരുടെ താരീഖ് ഓർമ്മ വരുമ്പോൾ അതേമാതിരി ഒന്നും ആയി കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല എന്നൊരു പൂതി നമുക്കുണ്ടാവും. ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ കാണുന്നുണ്ടല്ലോ, ഒരുപാട് മനുഷ്യന്മാർ. പഴയ കാലത്തൊക്കെ നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഇങ്ങനെ പറയും. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലനാജി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പൈഞ്ഞിരി കുഞ്ഞാലനാജി. മൂപ്പരിങ്ങനെ കുറേ ആൾക്കാർ മരിക്കണ സമയത്ത് ഹാജരായ ഒരാളാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ പഴയ കാലത്തെ ആൾക്കാർ മരിച്ചത് പറയും. കന്നൂട്ടണതിൻ്റെ ഇടയിൽ പാടത്തുനിന്ന് ഇങ്ങനെ കയറി നിന്നങ്ങാണ്ട് മറിയമോ ലേശം ഇപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് ആ കഞ്ഞിവെള്ളം കുടിച്ചിങ്ങാണ്ട് കട്ടിലും അങ്ങനെയാണ് നീണ്ടു തീർന്ന് കടന്നുങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരെ കഥ ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ കാണുന്നുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയെന്ന് ചോദിച്ചാൽ അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയാലേ സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നില്ല കേട്ടോ. പക്ഷേ സ്വർഗാവകാശിയാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ. സ്വർഗത്തേക്ക് പോകാൻ വേറെയും വഴിയുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പഠിച്ചോനെ എൻ്റെ വാപ്പ മരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലല്ലോ, നരകത്തിലേറ്റ് ആകുമോ, അങ്ങനെ വിചാരിക്കണ്ട. സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വഴിയാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നത്. വേറെയും വഴികളുണ്ട്, ആ വഴികളിലൊക്കെ അവർ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ പഴമക്കാരായ ആളുകളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. അതൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻഗാമികളുടെ താരീഖുകൾ ആലോചിക്കുക, പുത്തനങ്ങാടി ശുഹദാക്കളെക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ഞാൻ കൊളത്തൂക്കാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശുഹദാക്കളുടെ ഒരു സ്ഥാപനം തന്നെയാണ് കൊളത്തൂരിലെ തഖ്വ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞത്. വലിയൊരു പ്രതിസന്ധിയുള്ള സമയത്ത് ശുഹദാക്കളാണ് അതിനെ താങ്ങി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളുടെ കൂടി ഒരു സ്ഥാപനമാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടിയും എല്ലാവരും ഉണ്ടായിരിക്കണം. കുട്ടികളൊക്കെ തഖ്വയിൽ ചേർക്കണം. ഞാൻ അതിനൊരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു വാക്ക്, ഒരു മിനിറ്റ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊളത്തൂരിലെ തഖ്വ